ഹായ് ഓൾ. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഈ റിസീവ് ചെയ്യുന്ന സെൻസറി ഇൻപുട്ടുകളെല്ലാം നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റത്തിനെ ഓൺ ആക്കുന്നുണ്ട്. റെറ്റിക്കുലർ ആക്ടിവിറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പേരൻസും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുട്ടികൾ ഞെട്ടി എണീക്കുന്നുണ്ട്, അവരുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ല, എന്തുകൊണ്ടായിരിക്കും, എന്താണ് അതിൻ്റെ റീസൺ, എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഓണായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി അവരുടെ ബ്രെയിൻ അവർക്ക് ത്രെട്ടണായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ, എപ്പോഴും ഇങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊരിക്കലും അവരെ ഒരു പ്രോപ്പർ സ്ലീപ്പിലേക്ക് നയിക്കില്ല. ഇങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ എക്സാഗറേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടിൽ മൂവ്മെൻറ്റ്സ് കാണുന്നത്. പെട്ടെന്ന് ഞെട്ടി എണീക്കുക ഉറക്കത്തിൽ നിന്ന്, പിന്നെ അങ്ങോട്ട് ഉറങ്ങാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ പിന്നെയും എഗെയിൻ ഹീസ് ഗോയിങ് ബാക്ക് ടു ദ സ്ലീപ്പ്, എഗെയിൻ പിന്നെയും ഞെട്ടി എണീക്കുക എന്ന് എപ്പോഴും പേരൻസ് പറയാറുണ്ട്. അതിനോടനുബന്ധിച്ച് വരുന്നൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളിൽ ഈ ഒരു സ്റ്റഡിയിൽ അത് തെളിഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും REM റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്സ് വളരെ കുറവായിരിക്കും. നമ്മുടെ കുട്ടികൾ പ്രോപ്പറായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ അവർ ലേൺ ചെയ്ത് വരുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു കൺസോളിഡേഷന് അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് വേണം. സോ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ടോട്ടലി തകരാറിലാവുകയാണ് ചെയ്യുക.